ഹലോ മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പൊ നമ്മള് ഇന്ന് പഠിക്കുന്നത് ക്ലൈമറ്റ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ചാപ്റ്റർ ആണ് ക്ലൈമറ്റ്. അപ്പൊ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലെ, ക്ലൈമറ്റ് നിങ്ങൾക്ക് ഒരുപാട് ക്ലൈമറ്റുകൾ നിങ്ങൾക്ക് അറിയാം, വെയിലുണ്ട്, മഴയുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ ക്ലൈമറ്റ് എന്ന് പറയുന്ന വേർഡും അതുപോലെ തന്നെ വെതർ എന്ന് പറയുന്ന ഒരു വേർഡും കേട്ടിട്ടുണ്ടാവും അല്ലെ. ക്ലൈമറ്റും കേട്ടിട്ടുണ്ട്, വെതറും കേട്ടിട്ടുണ്ട്. രണ്ടും ഒരുപോലെയാണോ ഉപയോഗിക്കേണ്ടത്? ക്ലൈമറ്റും വെതറും ഒന്നാണോ? ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ക്ലൈമറ്റ് എന്താണ്, വെതർ എന്താണ്, ഏതൊക്കെ ക്ലൈമറ്റുകൾ ഉണ്ട്, ഈ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ. നമ്മുടെ ഇന്ത്യയിൽ ഭൂരിഭാഗം അനുഭവപ്പെടുന്ന ക്ലൈമറ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഒരു കാലാവസ്ഥയാണ് നമ്മുടെ ഇന്ത്യക്ക് അനുകൂലമായിട്ട്, നമ്മുടെ ഇന്ത്യൻ കൃഷിക്കും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്തൊക്കെ കാലാവസ്ഥയാണ് അനുയോജ്യമായിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ, ക്ലൈമറ്റ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ why do we wear woolers in December, or why it is hot and uncomfortable in the month of May, and why it rains in June, July? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചാപ്റ്ററിലേക്കുള്ള ഒരു ഇൻട്രഡക്ഷൻ പോലെ നിങ്ങളടുത്ത് ചോദിച്ചിരിക്കുകയാണല്ലേ. ഡിസംബർ എന്ന് പറയുന്ന ഒരു മന്ത് അല്ലെ. നിങ്ങൾക്ക് ഡിസംബർ എന്ന് പറയുന്ന മന്തിനെ പറ്റി നിങ്ങൾ ആലോചിക്കുമ്പോൾ അല്ലെ, നല്ല തണുപ്പുള്ള, അല്ലെ, ക്രിസ്മസ് ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന മന്താണ്. നിങ്ങൾ പിക്ചറിലാണെങ്കിലും ഈവൻ ഈ സാന്റാക്ലോസ് ഒക്കെ മഞ്ഞുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ലെ, മഞ്ഞ് മൂടിയ സ്ഥലത്ത് കൂടെ സാന്റ ഒക്കെ വരുന്ന അങ്ങനത്തെ വിഷ്വൽസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാം, ഡിസംബർ എന്ന് പറയുന്നത് തണുപ്പിന്റെ ഒരു സീസൺ ആണ്. നല്ല തണുപ്പായിരിക്കും ഉണ്ടാവുക. സോ വി ഡു വിയർ വൂളേഴ്സ് അല്ലെ. നമ്മൾ വൂളേഴ്സ് ഡിസംബറിൽ വിയർ ചെയ്യും. നല്ല തണുത്തൊരു ക്ലൈമറ്റ് ആണ്. ആൻഡ് വൈ ഇറ്റ് ഈസ് ഹോട്ട് ആൻഡ് അൺകംഫർട്ടബിൾ ഇൻ ദ മന്ത് ഓഫ് മെയ് അല്ലെ. ഈ ഏപ്രിൽ മെയ് മന്ത് ഒക്കെ എന്ന് പറയുന്നത് ഭയങ്കര ചൂടാണ്, നമുക്ക് തീരെ സഹിക്കാൻ പറ്റില്ല അല്ലെ. സ്കൂളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ നല്ല കട്ടിയുള്ള യൂണിഫോം ഒക്കെ ഇട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും. അതുപോലെ തന്നെ എന്താ പറയാ, ഭയങ്കര ദാഹം കൂടുതലായിരിക്കും അല്ലെ. നമ്മൾ ഭയങ്കര തേഴ്സ്റ്റി ആയിട്ട് ഒരുപാട് സ്വെറ്റ് ചെയ്യുന്ന ഒരു സീസൺ ആണ് ഈ ഏപ്രിൽ മെയ് മന്ത് ഒക്കെ അല്ലെ. സോ അത് വേറൊരു ടൈപ്പ് ആണ് അല്ലെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വൈറ്റ് റെയിൻസ് ഇൻ ജൂൺ ജൂലൈ അല്ലെ. ജൂൺ ജൂലൈ മന്തിലൊക്കെ എന്താണ്, സ്കൂൾ തുറക്കുന്നു അല്ലെ. സ്കൂൾ തുറന്ന് കുട്ടികളൊക്കെ കൊടയൊക്കെ ചൂടിയിട്ട് പോലെ നമ്മൾ പുതിയ കൊടയൊക്കെ വാങ്ങിക്കുന്ന ഒരു സീസൺ ആണ് ജൂൺ ജൂലൈ എന്ന് പറയുന്നത്. അവിടെ എന്തുണ്ടാവും, മഴ ഉണ്ടാവും. സോ ഓരോ സമയവും ഓരോ പോലെയാ, മനസ്സിലായോ? ഒരു സമയത്ത് നല്ല തണുപ്പായിരിക്കും, ഒരു സമയത്ത് നല്ല ചൂടായിരിക്കും, ഒരു സമയത്ത് നല്ല മഴയായിരിക്കും അല്ലെ. നല്ല വെയിലുള്ള സമയങ്ങളുണ്ട് അല്ലെ. നല്ല വെയിലുള്ള, സൂര്യനൊക്കെ നന്നായിട്ട് കത്തി നിൽക്കുന്ന, അത് ചൂടുള്ള സമയത്ത് അല്ലെ. ചൂടുള്ള നല്ല മഴയൊന്നും ഇല്ലാത്ത സമയത്ത് നല്ല കത്തി നിൽക്കുന്ന വെയിലൊക്കെ ഉള്ള, അങ്ങനെ ഓരോ സമയത്ത് വന്നു. എങ്ങനെയായിരിക്കും ഇത് സംഭവിക്കുന്നുണ്ടാവുക? നല്ലൊരു തണുപ്പ് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അല്ലെ നല്ലൊരു ചൂട് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, നല്ല മഴ എങ്ങനെയാ ഉണ്ടാവുന്നത്? ഇത് മാറി 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 എങ്ങനെയാ ഇത്ര കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നത്? ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? Answers to all these questions can be found out by studying about the climate of India. നമ്മൾ ഇന്ത്യൻ ക്ലൈമറ്റിനെ പറ്റി നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഡൗട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എന്തുകൊണ്ടാണ് ഇപ്പൊ തണുപ്പ് വരുന്നത്, എന്തുകൊണ്ടാണ് ഇപ്പൊ ചൂട് വരുന്നത്, എന്തുകൊണ്ടാണ് മഴ പെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഈ ഒരു ക്ലൈമറ്റ് പഠിക്കുന്നതോടുകൂടി നമ്മൾ പഠിച്ചു റെഡിയാക്കി എടുക്കും. ഓക്കെ, സോ ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു, നിങ്ങൾ ക്ലൈമറ്റ് എന്നുള്ള വേർഡും കേട്ടിട്ടുണ്ടാവും, വെതർ എന്ന് പറയുന്ന വേർഡും കേട്ടിട്ടുണ്ടാവും അല്ലെ. നമ്മൾ യൂഷ്വലി നമ്മൾ രണ്ട് വേർഡും ഒരുപോലെ യൂസ് ചെയ്ത് നോർമലി നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല ക്ലൈമറ്റ്, നല്ല ചൂടുള്ള ക്ലൈമറ്റ്, അല്ലെങ്കിൽ നല്ലൊരു ചൂടുള്ള വെതർ, ഈ രീതിയിലായിരിക്കും നമ്മൾ സംസാരിക്കുന്നുണ്ടാവുക. പക്ഷെ ഈ രണ്ട് വേർഡും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താ നോക്കാം നമുക്ക്. Climate refers to some total of weather conditions and variations over a large area for a long period of time. Climate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ climate refers to some total of weather conditions and variations over a large area for a long period of time. More than 30 years എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ നോക്കിക്കോ, ഇപ്പം നല്ലൊരു മഴക്കാലാണെന്ന് വിചാരിച്ചു, ജൂൺ ജൂലൈ സീസൺ ആണെന്ന് വിചാരിച്ചോ. ഈ ജൂൺ ജൂലൈ സീസണില് ഫുൾ ടൈം മഴയാണോ പെയ്യുക? എപ്പോഴും മഴയാണോ പെയ്യുക? അല്ല അല്ലെ. മഴ പെയ്യും,
എന്നിട്ട് അപ്പൊ എപ്പോഴും മഴ പെയ്ത് കഴിഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാ. അപ്പം നന്നായിട്ട് മഴ പെയ്യും, രാത്രിയും പകലൊക്കെ മഴ പെയ്യും. പക്ഷെ ഇൻ ബിറ്റ്വീൻ കുറച്ചൊരു ടൈം അല്ലെ, കുറച്ചൊരു വെയിലുള്ള സമയം ഉണ്ടാവും. ആ കുറച്ചുള്ള വെയിൽ എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മള് എന്ത് വെച്ചിട്ടാ പറയാ, ഇത് മഴയുടെ സീസൺ ആണ് അല്ലെങ്കിൽ ഇത് വെയിലിന്റെ സീസൺ ആണെന്ന് എങ്ങനെയാ പറയാ അല്ലെ? കുറച്ചൊരു വെയിൽ അതിന്റെ ഇടയിൽ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ സമയത്ത് നമ്മൾ പോയിട്ട് എന്തെങ്കിലും ഉണങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ പോയിട്ട് വെക്കുകയൊക്കെ ചെയ്യും അല്ലെ, വെയിലത്തേക്ക് കൊണ്ടുവച്ചിടുകയൊക്കെ ചെയ്യും. സോ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു ലാർജ് ഏരിയയിൽ, ഇപ്പൊ ഇന്ത്യൻ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു ഏരിയയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ക്ലൈമറ്റ് ആണ്. അല്ലാതെ ഇന്ത്യൻ ക്ലൈമറ്റ് എന്ന് പറയുന്ന സമയത്ത് കോഴിക്കോടുള്ള ക്ലൈമറ്റ് വേറെ ആയിരിക്കും അല്ലെ. മഴ പെയ്യുമ്പോൾ മഴക്കാലത്തുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇന്ന് കോഴിക്കോട് മഴ പെയ്യും, ഇന്ന് തിരുവനന്തപുരത്ത് മഴ പെയ്യും അല്ലെ. അപ്പം തിരുവനന്തപുരത്ത് വേറെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, കോഴിക്കോട് വേറെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഒരു സ്റ്റേറ്റിൽ തന്നെ രണ്ട് സ്ഥലത്ത് രണ്ടായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം തിരുവനന്തപുരത്തെ മഴയും കോഴിക്കോട് മഴയും അല്ലെ, രണ്ട് സ്ഥലത്തായിട്ടാണ് മഴ പെയ്യുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലത്തിനനുസരിച്ച് എന്ത് സംഭവിച്ചു, വേരിയേഷൻ സംഭവിച്ചു അല്ലെ. ഉറപ്പല്ലേ? ഇനി തിരുവനന്തപുരവും കോഴിക്കോടും പോലെയാണോ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ രാജസ്ഥാനിലോ ഒക്കെ മഴ പെയ്യുന്നത്? അല്ല. അപ്പം ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയൊരു കൺട്രി എടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ലാർജ് ഏരിയയിൽ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം നമ്മൾ നോക്കും അല്ലെ. കുറെ കാലം നമ്മൾ ഒരു കുറച്ച് ലോങ് പീരീഡിൽ എന്താണോ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു ലാർജ് പീരീഡില് ഒരു ലാർജ് ഏരിയയിൽ എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതിനെയാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്ലൈമറ്റ് റെഫേഴ്സ് ടു സം ടോട്ടൽ. അപ്പൊ നിങ്ങൾ എപ്പോഴും ആലോചിക്കണം, ക്ലൈമറ്റ് എന്ന് പറയുന്നത് സം ടോട്ടൽ ഓഫ് വെതർ. കുറെ വെതറുകൾ ഉണ്ടാവും, ആ ഒരു ക്ലൈമറ്റിൽ തന്നെ കുറെ വെതറുകൾ ഉണ്ടാവും അല്ലെ. ഞാൻ പറഞ്ഞു മഴയാണെങ്കിൽ അതിന്റെ ഇടയിൽ കുറച്ച് വെയിലുണ്ടാവും. അതുപോലെ തന്നെ ഇവിടുത്തെ മഴ ആയിരിക്കില്ല ട്രിവാൻഡ്രത്തും കൊല്ലത്തും, വേറെ വേറെ ഡിസ്ട്രിക്റ്റിലാകുമ്പോൾ വേറെ വേറെ മഴ ഉണ്ടാവുക അല്ലെ, വേറെ വേറെ വെതറാ ഉണ്ടാവുക. So sum total of weather conditions and variations over a large area for a long period of time more than 30 years. ഇനി weather എന്ന് പറഞ്ഞു കഴിഞ്ഞാല് weather refers to the state of the atmosphere over an area at any point of time. എന്താ വെദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെദർ റെഫേഴ്സ് ടു ദ സ്റ്റേറ്റ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ. വെദർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിന്റെ സ്റ്റേറ്റ് ആണ് ഓവർ എൻ ഏരിയ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം അല്ലെ. നമ്മള് എനി പോയിന്റ് ഓഫ് ടൈം, ഒരു ടൈം ഏതെങ്കിലും ഒരു പോയിന്റ്, രാവിലത്തെ സമയം അല്ലെങ്കിൽ ഉച്ചക്കത്തെ, എന്താണ് ഇന്ന് കോഴിക്കോട് രാവിലെ നല്ല മഴയായിരുന്നു, ഉച്ചയ്ക്ക് നല്ല വെയിലായിരുന്നു, കണ്ടോ. അപ്പം വ്യത്യാസം വന്നു അല്ലെ. അപ്പൊ വെദർ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സ്ഥലത്ത് അല്ലെ, ഒരു അറ്റ്മോസ്ഫിയർ ഓവർ എൻ ഏരിയ, ഒരു ഏരിയയിൽ ഒരു സ്ഥലത്ത് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഒരു സ്ഥലത്ത് എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ, ആ ഒരു സമയത്ത് അറ്റ്മോസ്ഫിയറിന്റെ സ്റ്റേറ്റ് എന്താണോ അതിനെയാണ് എന്ന് പറയാ വെദർ എന്ന് പറയാ. Okay, so weather refers to the state of the atmosphere over an area at any point of time. Elements of weather and climate are the same. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വെദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിന്റെ കണ്ടീഷൻ എന്താണോ അതാണ് വെദർ. ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് പീരീഡ് ടൈമിൽ എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഈ വെതറിന്റെ സമ്മാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഈ ക്ലൈമറ്റ് ആണെങ്കിലും വെതർ ആണെങ്കിലും ഇത് ഡിറ്റർമൈൻ ചെയ്യുന്ന 4 കാര്യങ്ങളാണ്, സെയിം കാര്യങ്ങളാണ്. ഒന്ന് ടെമ്പറേച്ചർ അല്ലെ, നല്ല ടെമ്പറേച്ചർ കൂടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും, ടെമ്പറേച്ചർ കുറയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. സോ ടെമ്പറേച്ചർ ഉണ്ട്, അറ്റ്മോസ്ഫറിക് പ്രഷർ ഉണ്ട് അല്ലെ, അന്തരീക്ഷത്തില് എന്ത് പ്രഷർ ആണ് അല്ലെ, എന്ത് പ്രഷർ ആണോ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ പ്രഷർ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ തന്നെ വിൻഡ്, കാറ്റ് അല്ലെ, കാറ്റിന്റെ ഗതി അല്ലെ, കാറ്റ് എക്സ്പീരിയൻസ് ചെയ്യും നമ്മളുടെ ഈ വെതർ ആൻഡ് ക്ലൈമറ്റിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് പറയുന്നത് ഹ്യൂമിഡിറ്റി ആൻഡ് പ്രസിപ്പിറ്റേഷൻ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാ മക്കളെ? ടെമ്പറേച്ചർ ഉണ്ട്, ഈ ഫാക്ടേഴ്സ് മക്കൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചോ. ടെമ്പറേച്ചർ ഉണ്ട്, അറ്റ്മോസ്ഫറിക് പ്രഷർ, ടെമ്പറേച്ചറും പ്രഷറും അല്ലെ, ടെമ്പറേച്ചർ ഉണ്ട്, പ്രഷർ ഉണ്ട്, വിൻഡ് ഉണ്ട്, കാറ്റുണ്ട്, ഹ്യൂമിഡിറ്റി ഉണ്ട് ആൻഡ് പ്രസിപ്പിറ്റേഷൻ ഉണ്ട്. വിൻഡ്, ഹ്യൂമിഡിറ്റി, പ്രസിപ്പിറ്റേഷൻ. ഓക്കെ, ടെമ്പറേച്ചർ ഉണ്ട്, അറ്റ്മോസ്ഫറിക് പ്രഷർ ഉണ്ട്, വിൻഡ് ഉണ്ട്, ഹ്യൂമിഡിറ്റി ആൻഡ് precipitation. Okay, so weather conditions fluctuates very often
ഈവൺ വിത്തിൻ എ ഡേ. നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു ഡേയില് ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ പോലും വെതർ മാറി മാറി വരും. നല്ല തണുപ്പായിരിക്കും. ചില ഡിസംബറിലൊക്കെ ആണെങ്കിൽ രാവിലെ നല്ല തണുപ്പ് ഉണ്ടാവുമായിരിക്കും അല്ലെ, ഭയങ്കര തണുപ്പായിരിക്കും, എക്സ്ട്രീം തണുപ്പായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഒരു 10, 11, 12 മണിയൊക്കെ ആകുമ്പോൾ സൂര്യനൊക്കെ വന്ന് എന്താവും, തണുപ്പ് സീസണൊക്കെ മാറി കുറച്ച് ചൂടാവാനൊക്കെ തുടങ്ങും അല്ലെ. മഴക്കാലാണെങ്കിലും നല്ല മഴയായിരിക്കും, രാത്രിയൊക്കെ നല്ല മഴ ഉണ്ടാവും. രാവിലെ ഒരു 8-9 മണിയാകുമ്പം വെയിലിങ്ങനെ ഉദിച്ചുദിച്ച് ചില ദിവസങ്ങളിൽ വരാറുണ്ട്. അപ്പം ഒരു ദിവസത്തിൽ തന്നെയും വെതർ കണ്ടീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ദർ ഈസ് സം കോമൺ പാറ്റേൺ ഓവർ എ ഫ്യൂ വീക്സ് ഓർ മന്ത്സ് അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ദിവസത്തെ തന്നെയും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കുറച്ച് മാസത്തേക്ക് അല്ലെ, ഞാൻ പറഞ്ഞു ഏപ്രിൽ മെയ് മന്ത് എന്ന് പറയുന്നത് ഭയങ്കര ചൂട് കൂടിയ സമയമാണ്, അല്ലെങ്കിൽ ഡിസംബർ ജാനുവരി എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പ് അല്ലെ, നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്. അപ്പം ഒരു ദിവസത്തെ തന്നെയും ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ പോലും ഒരു ഫ്യൂ മന്ത്സ് അല്ലെങ്കിൽ ഫ്യൂ വീക്സിലൊക്കെ നമ്മൾ സം കോമൺ പാറ്റേൺ ആണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദാറ്റ് ഈസ് ഡേയ്സ് ആർ കൂൾ ഓർ ഹോട്ട് അല്ലെ, നല്ല തണുപ്പുള്ള ദിവസം അല്ലെ, ഏതാ ഡിസംബർ ജാനുവരി ഒക്കെ, അല്ലെങ്കിൽ ഭയങ്കര ചൂട് മെയ് ഏപ്രിലൊക്കെ. വിൻഡി ഓർ കാം, ക്ലൗഡി ഓർ ബ്രൈറ്റ് ആൻഡ് വെറ്റ് ഓർ ഡ്രൈ, അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് കുറച്ച് ദിവസങ്ങളെയോ കുറച്ച് ആഴ്ചകളെയോ കുറച്ച് മാസങ്ങളെയോ ഒക്കെ നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റും. On the basis of the generalized monthly atmospheric conditions, the year is divided into seasons such as winter, summer or rainy seasons. അല്ലെ, നമ്മൾക്ക് ഈ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട് നമുക്ക് സീസൺ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. നമ്മൾ സീസൺ അല്ലെ, അത് നല്ല വിന്റർ സീസൺ ആണ്, നല്ല സമ്മർ സീസൺ ആണ് എന്നൊക്കെ പറയുന്നത് എന്ത് വെച്ചിട്ടാണ്, വിന്റർ സീസൺ ഉണ്ട്, സമ്മർ ഉണ്ട് ആൻഡ് റെയിനി സീസൺ അല്ലെ, മഴക്കാലമുണ്ട്, വേനൽക്കാലമുണ്ട്, മഞ്ഞുകാലമുണ്ട് അല്ലെ, തണുപ്പ് കാലമുണ്ട്. The world is divided into a number of climatic region അല്ലെ. ക്ലൈമാറ്റിന്റെ ബേസിസിൽ വേൾഡിനെ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, the climate of India is described as the monsoon type. ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസിനെ മൊത്തം വേൾഡിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അതില് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയില് എന്ത് ടൈപ്പ് ക്ലൈമറ്റാ ഉള്ളത്, മൺസൂൺ ടൈപ്പ്. ആ വേർഡ് കറക്റ്റ് ആയിട്ട് ഓർക്കണം കേട്ടോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൺസൂൺ ടൈപ്പ് ക്ലൈമറ്റ് ആണ് ഇന്ത്യയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ക്ലൈമറ്റ് എന്ന് പറയുന്നത് മൺസൂൺ ടൈപ്പ് ആണ്. ഇൻ ഏഷ്യ this type of climate is found mainly in the south and southeast. അപ്പം ഏഷ്യയിലാണെങ്കിൽ ഈ മൺസൂൺ ടൈപ്പ് ക്ലൈമറ്റ് കിട്ടുന്നത് ഏഷ്യയുടെ സൗത്ത് ഭാഗത്തും സൗത്ത് ഈസ്റ്റ് ഭാഗത്തുമാണ് ഈ ഒരു മൺസൂൺ ടൈപ്പ് ക്ലൈമറ്റ് കിട്ടുന്നത്. അതിലൊരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലെ, ഏഷ്യയിലുള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആൻഡ് despite an overall unity in the general pattern are perceptible regional variations in climatic conditions within the country. അപ്പം ഒരു കൺട്രിയിൽ തന്നെ അല്ലെ, ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ ഞാൻ പറഞ്ഞു, ഈ രാജസ്ഥാൻ എന്നൊക്കെ പറയുന്ന അല്ലെ, രാജസ്ഥാൻ മരുഭൂമികളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അല്ലെ, അവിടെയൊക്കെ ഭയങ്കര ചൂടാ അല്ലെ, അവിടെയൊക്കെ മഴ പെയ്യുന്നത് തന്നെ വളരെ കുറവാ, വളരെ വിരളാ, അവർക്ക് വാട്ടർ സ്കാസിറ്റി ഭയങ്കര കൂടുതലാ. പക്ഷെ കേരളത്തിലൊക്കെ ആണെങ്കിലോ അത്യാവശ്യം നമുക്ക് വേണ്ട വെള്ളമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ, മഴയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷെ വേറെ, അതായത് ഒരു കൺട്രിയിൽ തന്നെയും ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. Let us take two important elements, temperature and precipitation, and examine how they vary from place to place and season to season. അപ്പൊ നമ്മൾ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഒന്ന് നോക്കുകയാണ്. ഇന്ത്യയിൽ തന്നെയും ടെമ്പറേച്ചറിലും പ്രസിപ്പിറ്റേഷനിലും ഓരോ സ്ഥലത്തിനനുസരിച്ചും എന്തൊക്കെ വ്യത്യാസമാണ് വരുന്നതെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഓക്കെ, അപ്പം ടെമ്പറേച്ചർ നോക്കി നിങ്ങൾ, നല്ല സമ്മർ സീസൺ ആകുന്ന സമയത്ത് ദ മെർക്കുറി ഒക്കേഷണലി ടച്ചസ് 50 ഡിഗ്രി സെൽഷ്യസ് അല്ലെ. നമ്മളുടെ ഒരു 36 ആ ഒരു റേഞ്ച് ടെമ്പറേച്ചറാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നല്ല സമ്മർ സീസൺ ആവുന്ന സമയത്ത് എത്രവരെ പോകുന്നുണ്ട്, 50 ഡിഗ്രി സെൽഷ്യസ്, ഭയങ്കര ചൂടാത്. അപ്പം 50 ഡിഗ്രി സെൽഷ്യസ് വരെ പോവാറുണ്ട് ഇൻ സം പാർട്സ് ഓഫ് രാജസ്ഥാൻ ഡെസേർട്ട്. അപ്പം രാജസ്ഥാനിലൊക്കെ 50 ഡിഗ്രി സെൽഷ്യസ് അത്രയും ചൂടുള്ള സ്ഥലമാണ് രാജസ്ഥാൻ എന്നൊക്കെ പറയുന്നത്. അപ്പം
50 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ പോവും. വെറാസ് ഇറ്റ് മേ ബി അറൌണ്ട് 20 ഡിഗ്രി സെൽഷ്യസ് ഇൻ പഹാൽഗാൻ ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു കാശ്മീർ നിങ്ങൾക്ക് അറിയാം അല്ലെ, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പോകും വിസിറ്റ് ചെയ്യാനൊക്കെ. ലൈക്ക് മഞ്ഞാണ് അവിടെ അല്ലെ, മഞ്ഞിന്റെ ഓരോ ബ്ലോക്കുകളാണ് അല്ലെ, ഭയങ്കര തണുപ്പാ. ആ ഒരു തണുപ്പ്, അത്രയും തണുപ്പുള്ള നെഗറ്റീവ് ടെമ്പറേച്ചറിലൊക്കെ പോകും. അതായത് എന്താണ്, ഏറ്റവും കുറഞ്ഞ 0 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ കഴിഞ്ഞിട്ടും ചിലപ്പോൾ പോകും. അപ്പം അത്രയും തണുപ്പുള്ള സ്ഥലമാണ് ജമ്മു കാശ്മീർ. അപ്പം അവിടുത്തെ ചൂടുകാലം എന്ന് പറയുമ്പം നമ്മുടെ തണുപ്പ് കാലത്തിന്റെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തണുപ്പ് കാലത്തിന്റെ ചൂടാണ് അവിടുത്തെ ചൂടുകാലം എന്ന്, അവരുടെ ചൂടുകാലം എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത് വാല്യൂസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് ഈ രാജസ്ഥാനിലൊക്കെ 50 ഡിഗ്രി സെൽഷ്യസ് ഭയങ്കര ചുട്ടുപൊള്ളുന്ന ചൂടാണ്. ആ സമയത്ത് ജമ്മു ആൻഡ് കാശ്മീരിൽ 20 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിക്കുന്നത് അല്ലെ. ഓക്കെ, ഓൺ എ വിന്റർ നൈറ്റ് ടെമ്പറേച്ചർ അറ്റ് Dras in Jammu and Kashmir may be as low as -45 degree Celsius. അപ്പം വിന്റർ സീസണിൽ ജമ്മു കാശ്മീരിലുള്ള ടെമ്പറേച്ചർ എതുവരെ പോകുന്നുണ്ട്? 45 ഡിഗ്രി സെൽഷ്യസ് വരെ പോകുന്നുണ്ട്. ഓക്കെ, വിന്റർ നൈറ്റില് എത്രയാണ്? 45 അല്ലെ. അപ്പൊ അത്രയും എന്താണ്, ഏത് 45 മക്കളെ? -45 ആണേ, -45. നിങ്ങൾ ആലോചിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 0, നമ്മളുള്ളത് ഈ 36 എന്നൊക്കെ നമുക്കൊരു 40 ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തീരെ ചൂട് സഹിക്കാൻ പറ്റാത്ത സമയമാണ്. അപ്പം ഈ +40, അപ്പം അത് കുറഞ്ഞ് 0 ഡിഗ്രി സെൽഷ്യസ് എത്തിയിട്ട് പിന്നെ -1, -2, -3, -4, -5 എന്നിങ്ങനെ പോയിട്ടേ അവിടെ എത്ര എത്തി? -45 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ പോവാറുണ്ട്. ഓക്കെ, അപ്പം ആ രീതിയിലാണ് അവിടുത്തെ ടെമ്പറേച്ചർ പോകുന്നത്. തിരുവനന്തപുരം ഓൺ ദി അതർ ഹാൻഡ് മേ ഹാവ് എ ടെമ്പറേച്ചർ 22 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം എന്ന് പറയുമ്പം നമുക്ക് തണുപ്പ് കാലത്തിൽ എത്രയാണ്? 22 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ പോവാറുണ്ട് വിന്റർ നൈറ്റ് ടെമ്പറേച്ചർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ തിരുവനന്തപുരത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ 22 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് അവർക്ക് ചൂടുകാലത്ത്, നമുക്ക് എക്സ്ട്രീം തണുപ്പുള്ളപ്പോഴാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പക്ഷെ ജമ്മു കാശ്മീരിൽ ഇത് ഏറ്റവും ചൂട് സമയത്താണ് ആ 20 എങ്കിലും എത്തുന്നത്. മനസ്സിലായോ ആ ഒരു ഡിഫറൻസ്? അപ്പൊ ഒരു കൺട്രീന്റെ ഉള്ളിൽ തന്നെയും ടെമ്പറേച്ചറിൽ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട് അല്ലെ. ഓരോ സ്ഥലത്തിനനുസരിച്ചും ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യാസം കാണിക്കുന്നുണ്ട്. And in certain places there is a wide difference between day and night temperature. ചില സ്ഥലങ്ങളില് പകൽ സമയത്തുള്ള ടെമ്പറേച്ചർ ആയിരിക്കില്ല അവരുടെ രാത്രിയുള്ള ടെമ്പറേച്ചർ. അതെന്താ അങ്ങനെ? അവർക്ക് പകൽ സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടെമ്പറേച്ചർ ആയിരിക്കില്ല അവർക്ക് രാത്രിയുള്ള ടെമ്പറേച്ചർ, വ്യത്യാസം ഉണ്ടാവും. Thar desert, the day temperature may rise to 50 degrees Celsius and drop down to near 15 degrees Celsius the same night. ചിലപ്പോ ആ ഡെസേർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ചൂടുള്ള സ്ഥലല്ലേ, അവിടെ പകലിൽ ചിലപ്പം 50 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും, എന്നിട്ട് 15 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്? താർ ഡെസേർട്ടിലൊക്കെ കുറയാറുമുണ്ട്. On the other hand, there is hardly any difference in day and night temperatures in the Andaman and Nicobar Islands or in Kerala. നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും പകലത്തെ ടെമ്പറേച്ചറും രാത്രിത്തെ ടെമ്പറേച്ചറും ഡേ ആൻഡ് നൈറ്റുള്ള ടെമ്പറേച്ചർ തമ്മിൽ വലിയ വ്യത്യാസം വരാറില്ല. പക്ഷെ ഈ പറഞ്ഞിരിക്കുന്ന താർ ഡെസേർട്ടിലൊക്കെ വലിയ നമ്പറിലൊക്കെ അല്ലെ വലിയ വ്യത്യാസമാണ് അല്ലെ, 50ഉം 15ഉം നല്ല വ്യത്യാസമല്ലേ. അങ്ങനത്തെ വ്യത്യാസം കാണിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. കേരളത്തിലാണെങ്കിലും ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലാണെങ്കിലും ഡേ ആൻഡ് നൈറ്റ് ടെമ്പറേച്ചർ തമ്മിൽ ഹാർഡ്ലി എനി ഡിഫറൻസ് ആണ്. ഓക്കെ, ലെറ്റ് മീ നൗ ലുക്ക് അറ്റ് precipitation. ഞാൻ പറഞ്ഞു ടെമ്പറേച്ചറും precipitation അല്ലേ നമ്മൾ നോക്കുന്നത്. precipitation നോക്കാം. There are variations not only in the form and types of precipitation but also in its amount and the seasonal distribution. precipitation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വെള്ളത്തിന്റെ അളവല്ലേ, നമുക്ക് മഴയിൽ നിന്ന് കിട്ടൂല്ലേ. precipitation എങ്ങനെയൊക്കെയാ കിട്ടുക? മഴ പെയ്യുമ്പോ precipitation അല്ലെ, മഴ പെയ്യുമ്പോ നോക്കും. അതുപോലെ തന്നെ മഞ്ഞുരുകും അല്ലെ, മഞ്ഞായിട്ട് കിട്ടുന്ന ആ ഒരു രീതിയിലുള്ള precipitation-ഉം. അപ്പം precipitation നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നോട്ട് ഓൺലി ഇൻ ദ ഫോം, അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ഫോമിൽ കിട്ടും അല്ലെ. ഓരോ സ്ഥലത്ത് ഓരോ ഫോമിലായിരിക്കും precipitation. മഴ നന്നായിട്ട് കിട്ടുന്ന സ്ഥലമാണെങ്കിൽ മഴേന്റെ ഫോമിലായിരിക്കും വെള്ളം കിട്ടുന്നുണ്ടാവുക. അതുപോലെ തന്നെ മഞ്ഞുള്ള സ്ഥലമാണെങ്കിൽ മഞ്ഞിന്റെ ആ ഒരു രീതിയിലായിരിക്കും അവർക്ക് വാട്ടർ കിട്ടുന്നുണ്ടാവുക.
ആൻഡ് ടൈപ്സ് ഓഫ് പ്രസിപ്പിറ്റേഷൻ, ഏത് ടൈപ്പ് പ്രസിപ്പിറ്റേഷൻ ആണ്, ബട്ട് ഓൾസോ ഇറ്റ്സ് എമൗണ്ട്, എത്ര അളവില്. കേരളത്തിൽ മഴ കിട്ടുന്നത് പോലെയാണോ രാജസ്ഥാൻ മരുഭൂമിയിൽ മഴ കിട്ടുക? അല്ല, കേരളത്തില് കുറെ മഴ കിട്ടും, പക്ഷെ മറ്റിടത്തിലാണെങ്കിൽ മഴ കുറവായിരിക്കും അല്ലെ. അപ്പം ഓരോ രീതിയിലും എന്തുണ്ട്, പ്രസിപ്പിറ്റേഷന്റെ ടൈപ്പും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണോ ജമ്മു കാശ്മീരിൽ മഴ കിട്ടുന്നുണ്ടാവുക? ഡിഫറെന്റ് ആണ് അല്ലെ. മഴയാണോ അവിടെ കിട്ടുക? അവിടെ ടൈപ്പ് ഓഫ് പ്രസിപ്പിറ്റേഷൻ വ്യത്യാസമുണ്ട്, മഴയായിട്ടായിരിക്കില്ല അവർക്ക് കിട്ടുന്നുണ്ടാവുക. സോ അത് നമുക്ക് നോക്കാം കേട്ടോ. സോ ടൈപ്സ് ഓഫ് precipitation but also in its amount and the seasonal distribution. While precipitation is mostly in the form of snowfall അല്ലെ, മഞ്ഞ വീഴ, snowfall in the upper parts of Himalayas, it rains over the rest of the country. അപ്പൊ precipitation എന്നുള്ള ഫോം ഏതാ? ടൈപ്പ് നമ്മൾ പറഞ്ഞു, ഫോം ആൻഡ് ടൈപ്പ് പറഞ്ഞു. എന്തൊക്കെ ടൈപ്പിൽ പോകുന്നുണ്ട്, എന്തൊക്കെ ഫോമിൽ പോകുന്നുണ്ട്? സ്നോഫോൾ ഞാൻ പറഞ്ഞു അല്ലെ, മഞ്ഞായിട്ട് വീഴുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്, റെയിൻഫോളും ഉണ്ട് അല്ലെ, മഴയായിട്ടും വീഴും. അപ്പം പ്രസിപ്പിറ്റേഷൻ ഏതൊക്കെ ടൈപ്പിലാണ് നമുക്ക് കിട്ടുന്നത്? സ്നോഫോൾ ആയിട്ടും കിട്ടും, റെയിൻഫോൾ ആയിട്ടും കിട്ടും. സ്നോഫോൾ എവിടെയാ കിട്ടുക? മോസ്റ്റ്ലി ഇൻ ദി അപ്പർ പാർട്ട് ഓഫ് ഹിമാലയാസ് അല്ലെ, ഹിമാലയാസിന്റെ നമ്മളെ ഹിമാലയൻ മേലേ ഭാഗം അല്ലെ, ഇന്ത്യന്റെ നോർത്തിന്റെ ആ സൈഡിലുള്ള നോർത്ത് ഈസ്റ്റ് സൈഡിലുള്ള ആ ഒരു പോർഷനിലൊക്കെ മിക്കവാറും സ്നോഫോൾ ആയിട്ടാ വരിക. അതുപോലെ തന്നെ റെയിൻസ് ഓവർ ദി റെസ്റ്റ് ഓഫ് ദി കൺട്രി. നമ്മുടെ ബാക്കി ഇന്ത്യൻ സ്റ്റേറ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫോമിലാണ് നമുക്ക് പ്രസിപ്പിറ്റേഷൻ കിട്ടുന്നത്? റെയിൻഫോളിന്റെ ഫോമിലാണ് കിട്ടുന്നത്. ശരിയല്ലേ? ഓക്കെ. The annual precipitation varies from over 400 centimeter in Meghalaya to less than 10 centimeter in Ladakh and western Rajasthan. അപ്പം നമുക്ക് കിട്ടുന്ന ആനുവൽ പ്രസിപ്പിറ്റേഷൻ, ആനുവൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? ആനുവൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു വർഷത്തിൽ അല്ലെ, ആനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷമാണ്. അപ്പൊ ഒരു വർഷത്തിൽ എത്രത്തോളം പ്രസിപ്പിറ്റേഷൻ ഉണ്ട് ഏത് ഫോമിലാണെങ്കിലും, ലൈക്ക് ഹിമാലയസിലാണെങ്കിൽ സ്നോഫോളാ വരിക, ബാക്കിയുള്ള ഇന്ത്യൻ കൺട്രീസിലൊക്കെ ഇന്ത്യൻ സ്റ്റേറ്റിലൊക്കെ റെയിൻഫോൾ ആയിട്ടാ വരിക. അപ്പം ആ കിട്ടും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് മഴ മാപ്പിന് വെച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള അളവ് മെഷർ ചെയ്യും, നമുക്ക് എത്ര അളവിൽ മഴ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര അളവിൽ നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള വാട്ടർ സോഴ്സ് കിട്ടിയിട്ടുണ്ട് നമ്മൾ നോക്കും. അത് നമ്മൾ ആനുവൽ പ്രസിപ്പിറ്റേഷൻ ആയിട്ട് നമ്മൾ അളക്കും. ആ ആനുവൽ ഒരു വർഷത്തിൽ മൊത്തത്തിൽ എത്ര കിട്ടിയെന്നുള്ളത് നമ്മൾ പ്രസിപ്പിറ്റേഷൻ നോക്കും. അപ്പം ഇറ്റ് വാരീസ് ഫ്രം ഓവർ 400 സെന്റിമീറ്റർ ഇൻ മേഘാലയ. മേഘാലയയിൽ ചിറാപുഞ്ചി എന്ന് പറയുന്ന സ്ഥലമൊക്കെ കേട്ടിട്ടുണ്ടോ? അവിടെയൊക്കെ നന്നായിട്ട് മഴ കിട്ടുന്ന സ്ഥലമാണ് മേഘാലയയിലെ ചിറാപുഞ്ചിയൊക്കെ. അപ്പം ഈ മേഘാലയയില് അത് നമ്മൾ നോക്കുന്ന സമയത്ത് 400 സെന്റിമീറ്റർ അല്ലെ, ഇതിങ്ങനെ നമ്മൾ മഴ വെച്ച് അളക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 400 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്ര വരിക? 4 മീറ്ററോളം അല്ലെ, 4 മീറ്ററോളം അത്രയും അളവിലാണ് നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല്, അല്ലെങ്കിൽ മേഘാലയയിലൊക്കെയുള്ള നമ്മൾ അളന്നു കഴിഞ്ഞാൽ കിട്ടുക. അതേ സ്ഥാനത്ത് ലെസ് ദാൻ 10 സെന്റിമീറ്റർ ഇൻ ലഡാക്ക് ആൻഡ് വെസ്റ്റേൺ രാജസ്ഥാൻ. ലഡാക്കിലാണെങ്കിലും വെസ്റ്റേൺ രാജസ്ഥാനിലൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയാ കിട്ടുക? 10 സെന്റിമീറ്ററിലും താഴെയാ കിട്ടുക. ഓക്കെ, അപ്പൊ ആ ഒരു വ്യത്യാസം അല്ലെ. അപ്പം കൺട്രി ടു കൺട്രി നമ്മൾ സമ്മർ സീസണും ലൈക്ക് ടെമ്പറേച്ചറും പ്രസിപ്പിറ്റേഷനും ആണ് ഇപ്പം മെഷർ ചെയ്ത് നോക്കിയത്. ടെമ്പറേച്ചറിൽ നമ്മൾ കണ്ടു എന്താണ്, ഓരോ സ്ഥലത്തും കിട്ടുന്ന ടെമ്പറേച്ചർ മഴക്കാലത്താണെങ്കിലും സമ്മർ സീസൺ ആണെങ്കിലും വിന്റർ സീസണിലാണെങ്കിലും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഒരു കൺട്രീന്റെ തന്നെ ഡിഫറെന്റ് പാർട്സിൽ കിട്ടുന്ന പ്രസിപ്പിറ്റേഷനും എന്താ പ്ലേസ് ടു പ്ലേസ് എന്തുണ്ട് വ്യത്യാസമുണ്ട്. അതെന്താ അങ്ങനെ? ഒരു സ്ഥലത്ത് നമ്മളെല്ലാവരും ഭൂമിയിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കിട്ടണ്ടേ? മഴ കിട്ടുന്നുണ്ട്, നമ്മുടെ ഭൂമിയിൽ എല്ലാ ആൾക്കാരും അല്ലെ ഭൂമിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഭൂമിയിൽ മഴ പെയ്യാന്ന് പറയുമ്പോ എല്ലാ സ്ഥലത്തും ഒരുപോലെ മഴ കിട്ടണ്ടേ? എല്ലാ സ്ഥലത്തും ഒരുപോലെ വെയിൽ കിട്ടണ്ടേ? അതെന്താ കിട്ടാത്തെ? സോ നോക്കാം, നമുക്ക് അതൊക്കെ നമ്മൾ പഠിച്ചിട്ട് പോകും. So most parts of the country receive rainfall from June to September. നമുക്ക് ഇന്ത്യൻ കൺട്രി എടുത്ത് നോക്കുമ്പോൾ മോസ്റ്റ് പാർട്ട് ഓഫ് ദ കൺട്രിയിലും മഴ കിട്ടുന്നത് എപ്പോഴാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 4 മാസങ്ങളിലാണ് ഒരു കൺട്രിയുടെ എല്ലാ ഭാഗത്തും ഓൾമോസ്റ്റ് കിട്ടുന്നത്. ബട്ട് സം പാർട്സ് ലൈക്ക് തമിഴ്നാടു കോസ്റ്റ് gets a large portion of its rain during October and November. അപ്പൊ തമിഴ്നാട് പോലെയല്ല, നമ്മുടെ തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട്ടിലാണെങ്കിൽ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന ജൂൺ ജൂലൈ മന്തില് അവർക്ക് കിട്ടൂല. കാരണം നമുക്ക് അവിടെ എന്തുണ്ട്, പശ്ചിമഘട്ടത്തിന്റെ ഒരു
മറവുള്ളത് കാരണം നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് എന്താണ് ഒക്ടോബർ നവംബർ സമയത്താണ് അവർക്ക് എന്ത് കിട്ടുക? മഴ കിട്ടുക. ഓക്കെ, നമുക്ക് പഠിക്കാം. ഇൻ ജനറൽ coastal areas experience less contrast in temperature conditions. Coastal areas experience less contrast in temperature conditions. നമ്മളെ ടെമ്പറേച്ചർ കോസ്റ്റൽ അല്ലെ, കോസ്റ്റൽ പ്രദേശങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ സീ അല്ലെ, ഇവിടെയൊക്കെ സീ ഉണ്ട്. ഇന്ത്യയുടെ താഴെ ഭാഗത്താണ് ഇവിടെ തമിഴ്നാട്, കേരളം, തമിഴ്നാടൊക്കെ ഉണ്ട്. ഇവിടെ ഈ ഒരു ഏരിയ കോസ്റ്റൽ ഏരിയാസ് ആണല്ലേ. ഈ കോസ്റ്റൽ ഏരിയാസിൽ എന്താണ് വലിയ കോൺട്രാസ്റ്റ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാറില്ല. ആൻഡ് സീസണൽ കോൺട്രാസ്റ്റ് ആർ മോർ ഇൻ ദ ഇന്റീരിയർ ഓഫ് ദി കൺട്രി. കൺട്രീന്റെ ഉൾഭാഗത്ത് ഇന്റീരിയർ പോർഷനിലാണ് സീസണൽ വേരിയേഷൻ നമുക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റാം. There is decrease in rainfall generally from east to west in the northern plains. നമ്മുടെ നോർത്തേൺ പ്ലെയിനിൽ അല്ലെ, ഇന്ത്യയിലെ നോർത്ത്. നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് പഠിക്കണം? ഡയറക്ഷൻസ് കറക്റ്റ് പഠിക്കണം. എങ്ങനെയാ ഡയറക്ഷൻ? ഡയറക്ഷൻ എങ്ങനെയാ ഓർത്ത് വെക്കുക? ഡയറക്ഷൻ എങ്ങനെയാ ഓർത്ത് വെക്കുക? ഇത് നോർത്ത് ആണ്, ഇത് ഈസ്റ്റ് ആണ്, ഇത് വെസ്റ്റ് ആണ്, ഇത് സൗത്ത് ആണ്. സോ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ന്യൂസ് എന്ന് ആലോചിച്ചാൽ മതി. NEWS. അപ്പൊ എന്നിട്ട് ന്യൂസ് എഴുതാ ഇങ്ങനെ എഴുതിയാൽ മതി. ന്യൂസ് എഴുതാ ഇങ്ങനെ. അപ്പം എന്താ വരാ? NEWS. ഇത് നോർത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് സൗത്ത്. ഈ രീതിയിലാണ് എന്ത് വരുന്നത്? നമ്മൾ ഡയറക്ഷൻ പഠിക്കുന്നത്. അപ്പം ജനറൽ കോസ്റ്റൽ ഏരിയാസ് എക്സ്പീരിയൻസ് ലെസ് കോൺട്രാസ്റ്റ് ഇൻ ടെമ്പറേച്ചർ കണ്ടീഷൻ. സീസണൽ കോൺട്രാസ്റ്റ് ആർ മോർ ഇൻ ദ ഇന്റീരിയർ ഓഫ് ദി കൺട്രി. There is decrease in rainfall generally from east to west in the northern plains. Northern plains east to west എന്തുണ്ട്? ഡിക്രീസ് ഇൻ റെയിൻഫോൾ ഉണ്ട്. ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുമ്പം ഏതാ? ഈസ്റ്റ് ഭാഗം ഇതാണ്, വെസ്റ്റ് ഭാഗം ഇതാണ്. ഇവിടെയാണ് നിങ്ങൾ ഇന്ത്യ നമ്മൾ പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ എന്താ ആലോചിക്കണം? ഇവിടെയാണ് നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി. ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾ ഇവിടെ കാണണം. ഓക്കെ, അപ്പം ഈ ഒരു ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്കുള്ള ഭാഗത്തേക്ക് റെയിൻഫോൾ എന്ത് ചെയ്യും? ഡിക്രീസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ദീസ് വേരിയേഷൻസ് ഹാവ് ഗിവൺ റൈസ് ടു വെറൈറ്റി in lives of people in terms of the food they eat. അല്ലെ, ആ ഒരു വേരിയേഷൻ. അപ്പം അവർ കഴിക്കുന്ന ഭക്ഷണത്തിലും ആ വേരിയേഷൻ കാണാൻ പറ്റും. കാരണം എന്താ? നന്നായിട്ട് വെള്ളം ഒഴിച്ച് നല്ല വെള്ളത്തിൽ കൃഷി ചെയ്യേണ്ട ചില ഫുഡ് ഐറ്റംസ് ഉണ്ടാവും അല്ലെ. വെള്ളം കിട്ടാത്ത സ്ഥലത്ത് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പൊ അവര് ലെസ് അഗ്രികൾച്ചറൽ ഇറിഗേഷൻ വേണ്ട ഫുഡ് ആയിരിക്കും കൺസ്യൂം ചെയ്യുന്നുണ്ടാവുക. അവരുടെ ലൈഫ് സ്റ്റൈലിലും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് 2 നേരം കുളിക്കും, 3 നേരം കുളിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. പക്ഷെ വെള്ളം കിട്ടാത്ത, വാട്ടർ സ്കാസിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ഥലത്ത് അവരുടെ ലൈഫ് സ്റ്റൈൽ വേറെയാണ് അല്ലെ. അവർ ചിലപ്പോൾ വീക്കിലി ഒക്കെ ആയിരിക്കും അവര് ബാത്ത് എടുക്കുന്നുണ്ടാവും. അവർക്ക് വെള്ളത്തിന് സ്കാസിറ്റി ഉള്ളത് കൊണ്ട് അവർക്ക് കുടിക്കാൻ പോലും ചിലപ്പോൾ എന്ത് കിട്ടില്ല? മഴയിൽ നിന്ന് വെള്ളം കിട്ടുന്നുണ്ടാവില്ല. സോ ദ ക്ലോത്ത് ദേ വിയർ ആൻഡ് ഓൾസോ ദ കൈൻഡ് ഓഫ് ഹൗസസ് ദേ ലിവ് ഇൻ. അവര് താമസിക്കുന്ന വീടുകൾക്കും ആ ഒരു പ്രത്യേകത ഉണ്ടാവും കേട്ടോ. അവരുടെ ക്ലൈമറ്റിനനുസരിച്ചുള്ള, അവരുടെ ക്ലൈമറ്റിന് അനുയോജ്യമായിട്ടുള്ള വീടുകളായിരിക്കും അവര് ബിൽഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ദാറ്റ് ഈസ് ക്ലൈമാറ്റിക് കൺട്രോൾസ്. ക്ലൈമറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ക്ലൈമാറ്റിക് കൺട്രോൾസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് ഈസ് ക്ലൈമാറ്റിക് കൺട്രോൾസ്. സോ there are 6 major controls of the climate of any place. ഏതൊരു സ്ഥലത്തെയും ക്ലൈമാറ്റിനെ കൺട്രോൾ ചെയ്യുന്ന 6 ബേസിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ദേ ആർ ലാറ്റിറ്റ്യൂഡ്. പഠിക്കണം കേട്ടോ, മസ്റ്റ് പഠിക്കണേ, മസ്റ്റായിട്ട് പഠിക്കേണ്ട സാധനമാണ്. ലാറ്റിറ്റ്യൂഡ്, ഓൾട്ടിറ്റ്യൂഡ്, പ്രഷർ ആൻഡ് വിൻഡ് സിസ്റ്റം, ഡിസ്റ്റൻസ് ഫ്രം ദ സീ, ഓഷ്യൻ കറന്റ്സ്, റിലീഫ് ഫീച്ചേഴ്സ്. ഏതൊക്കെയാ? ലാറ്റിറ്റ്യൂഡ്, ഓൾട്ടിറ്റ്യൂഡ്, പ്രഷർ ആൻഡ് വിൻഡ് സിസ്റ്റം, ഡിസ്റ്റൻസ് ഫ്രം ദ സീ, ഓഷ്യൻ കറന്റ്സ് ആൻഡ് റിലീഫ് ഫീച്ചേഴ്സ്. ഓക്കെ, ലാറ്റിറ്റ്യൂഡ്, ഓൾട്ടിറ്റ്യൂഡ്, പ്രഷർ ആൻഡ് വിൻഡ് സിസ്റ്റം, ഡിസ്റ്റൻസ് ഫ്രം ദ സീ, ഓഷ്യൻ കറന്റ്, റിലീഫ് ഫീച്ചേഴ്സ്. ഓരോന്നിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. So, due to the curvature of the earth, the amount of solar energy received varies according to latitude. അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്?
ഏർത്ത് എങ്ങനെയാ ഇരിക്കുന്നത്? ഏർത്ത് പരന്നാണോ ഇരിക്കുന്നത്? ഏർത്ത് പരന്നാണോ ഇരിക്കുന്നത്? അല്ല അല്ലെ, ഒരു ജിയോയിഡ് ഷേപ്പ്, ഒരു ഗോളാകൃതിയിലാണ് അല്ലെ, ഓൾമോസ്റ്റ് ഒരു ഗോളാകൃതിയിലാണ് അല്ലെ, ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങളിത് കറക്റ്റ് പഠിച്ചതായിരിക്കും അല്ലെ. അപ്പം എന്താണ് ഇതിനൊരു ഒരു കർവേച്ചർ ഉണ്ട്. ഇത് ശരിക്കും കറക്റ്റ് വട്ടത്തിലല്ല ഉണ്ടാവുക. എന്താണ് ഏർത്തിന്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിലാണ് വരിക അല്ലെ. കറക്റ്റ് വട്ടല്ല, ഓൾമോസ്റ്റ് റൗണ്ട് ആയിട്ടാ വരിക. അപ്പം ഇതിനനുസരിച്ച് ലാറ്റിറ്റ്യൂഡിന് വ്യത്യാസം വരുന്നില്ലേ അല്ലെ. അപ്പം ആ രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ഇവിടെയാണ് സപ്പോസ് ഇവിടെയാണ് സൂര്യൻ ഉള്ളതെന്ന് വിചാരിച്ചോ, ഇവിടെയാണ് സൂര്യൻ ഉള്ളതെന്ന് വിചാരിച്ചോ. ഏർത്താണ്. ഓക്കെ, മനസ്സിലായി മതി. അപ്പം ഇവിടെ സൺലൈറ്റ് ഡയറക്റ്റ് വരും അല്ലെ, സൺലൈറ്റ് ഡയറക്റ്റ് വരും. അപ്പം ഏർത്ത് ഇങ്ങനെ കറങ്ങി പോകുന്നുണ്ട് അല്ലെ. ഇവിടെ കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ടേ ഉള്ളൂ, പക്ഷെ ഇവിടേക്ക് സൺലൈറ്റ് എത്തണമെങ്കിൽ എന്താണ് കുറെ ഡിസ്റ്റൻസ് പോവുകയും ചെയ്യണം. അതുപോലെ തന്നെ രണ്ട് പോളുകളാണ് അല്ലെ, ഇത് നോർത്ത് പോളും സൗത്ത് പോളും അല്ലെ. അപ്പം സണ്ണിൽ നിന്നും ഈ ഒരു നടുഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ലെ കറക്റ്റ് മതി. അതുപോലെ തന്നെ പോൾസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഡിസ്റ്റൻസും ട്രാവൽ ചെയ്യണം, റൈറ്റ്. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാം അല്ലെ, പോളുകളിൽ ആർട്ടിക് അന്റാർട്ടിക് റീജിയൻസിലൊക്കെ ഭയങ്കര മഞ്ഞാണ് അല്ലെ. കാരണം അവിടെ ചൂട് എത്തുന്നില്ല, മനസ്സിലായോ? അവിടെ ചൂട് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഈ ഒരു നടുവിലത്തെ പോർഷൻ ആണ്, ഇവിടെയൊക്കെയാണ് ഇന്ത്യ വരുന്നത്. അപ്പം ഈ ഒരു സ്ഥലത്താണ് എന്ത് വരുന്നത്, ഒരു ചൂട് എന്ന് പറയുന്ന സാധനം കിട്ടുന്നത്. സോ ഡ്യൂ ടു ദ കർവേച്ചർ ഓഫ് ദ എർത്ത് ദ amount of solar energy received varies according to latitude. ലാറ്റിറ്റ്യൂഡിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്ന സോളാർ എനർജിക്കും വ്യത്യാസമുണ്ട്. ആസ് എ റിസൾട്ട് എയർ ടെമ്പറേച്ചർ ജനറലി ഡിക്രീസസ് ഫ്രം ദി ഇക്വേറ്റർ ടുവേർഡ്സ് ദി പോൾസ്. അതാണ് ഞാനിപ്പോൾ കാണിച്ചത്. നമ്മൾ ഇക്വേറ്ററിൽ നിന്നും പോളിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് പോകും, എയർ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ആസ് one goes from the surface of the earth to higher altitude. ഇനി ഹയർ ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയർ എന്തായിരിക്കും, അറ്റ്മോസ്ഫിയർ becomes less dense and temperature എന്ത് ചെയ്യും, കുറയും. നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് അല്ലെ, ഓൾട്ടിറ്റ്യൂഡ് കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കുറയും, ചൂട് കുറയാൻ തുടങ്ങും. ആൻഡ് ദ ഹിൽസ് ആർ therefore cooler during summers. അപ്പം നമുക്ക് നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ നമ്മൾ ഹില്ലിന്റെ മുകളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഓൾട്ടിറ്റ്യൂഡ് ഉള്ള ഹില്ലാണെങ്കിൽ ഹിൽസ് ആർ കൂളർ ഡ്യൂറിങ് സമ്മേഴ്സിൽ നമുക്ക് ഹില്ല് കൂളാന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പ്രഷർ ആൻഡ് വിൻഡ് സിസ്റ്റം ഓഫ് എനി ഏരിയ ഡിപ്പെൻഡ് ഓൺ ദി ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദി പ്ലേസ്. ഒരു സ്ഥലത്തുള്ള പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെയാണ്, ലാറ്റിറ്റ്യൂഡിനെയും ഓൾട്ടിറ്റ്യൂഡിനെയും. പ്രഷറും വിൻഡ് സിസ്റ്റവും ഡിപ്പെൻഡ് ചെയ്യുന്നത് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ പ്ലേസിനെയാണ്. ദസ് ഇറ്റ് ഇൻഫ്ലുവൻസസ് ദ ടെമ്പറേച്ചർ ആൻഡ് റെയിൻഫോൾ പാറ്റേൺ. ദ സീ എക്സേർട്സ് എ മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസ് ഓൺ ക്ലൈമറ്റ്. ക്ലൈമറ്റിന്റെ മോള് ആർക്കും ഒരു റോൾ ഉണ്ട്, സീക്കും ഒരു റോൾ ഉണ്ട്. ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സീ ഇൻക്രീസസ്, സീയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസ് ഡിക്രീസസ് and the people experience extreme weather conditions. അപ്പം ഇത് സീ ആന്ന് വിചാരിച്ചോ, as the distance from the sea increases. അപ്പൊ ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഇതൊരു സ്ഥലമാണ്, ഇത് വേറൊരു സ്ഥലമാണ്, ഇത് വേറൊരു സ്ഥലമാണ്. Okay, so as the distance from the sea increases, its moderating influence decreases and the people experience extreme weather conditions. This condition is known as continentality. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ആൻഡ് ദ പീപ്പിൾ എക്സ്പീരിയൻസ് എക്സ്ട്രീം വെതർ കണ്ടീഷൻസ്. ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഇപ്പുറത്തേക്കുള്ള ആൾക്കാർ, ഇവിടെ ഡിസ്റ്റൻസ് കുറവാ, ഇവിടെ കുറച്ചും കൂടി കൂടുതൽ, അപ്പൊ അതിനനുസരിച്ച് ഇവിടെയുള്ള ആൾക്കാർ എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവുക. ബാക്കിയുള്ള ആൾക്കാർ ഒരു മോഡറേഷനിലായിരിക്കും പോവാണ്ടാവുക. പക്ഷെ ഡിസ്റ്റൻസ് കൂടുന്ന ആൾക്കാർ ഒരു എക്സ്ട്രീം വെതർ കണ്ടീഷൻ ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവുക. അതിനെയാണ് എന്ത് പറയുക, കോണ്ടിനെന്റാലിറ്റി എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് വെരി ഹോട്ട് ഡ്യൂറിങ് സമ്മേഴ്സ് ആൻഡ് വെരി കോൾഡ് ഡ്യൂറിങ് വിന്റേഴ്സ്. അതായത് ഇവിടെ എല്ലാം എക്സ്ട്രീം ആയിരിക്കും, എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് ആയിരിക്കും ഈ ഡിസ്റ്റൻസ് കൂടിയ സ്ഥലത്ത് ഉണ്ടാവുക. ഇവിടെ ആകുമ്പോൾ ആ പ്രശ്നം വരൂല.
ഇവിടെ മഴക്കാലാണെങ്കിൽ ഭയങ്കര തണുപ്പ് കാലാണെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും, ചൂടുകാലാണെങ്കിൽ ഭയങ്കര ചൂടുമായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് കോണ്ടിനെന്റാലിറ്റി. അപ്പം ഈ ടേം പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. എന്താ കോണ്ടിനെന്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ as the distance from the sea increases, its moderating influence decreases and the people experience extreme weather conditions. ഓക്കെ, ദൂരേക്ക് പോകുന്നതിനനുസരിച്ച് ആൾക്കാർ എന്താണ് എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ദിസ് ഇസ് നോൺ ആസ് കോണ്ടിനെന്റാലിറ്റി. ദാറ്റ് ഈസ് വെരി ഹോട്ട് ഡ്യൂറിങ് summers and very cold during winters. Okay, and ocean currents along with onshore winds affect the climate of coastal areas. ഇനി തീരപ്രദേശമാണെന്ന് വിചാരിച്ചോ, കോസ്റ്റൽ ഏരിയാസ് ആണെന്ന് വിചാരിച്ചോ, ഓഷ്യൻ കറന്റ് അലോങ് വിത്ത് ഓൺഷോർ വിൻഡ് അല്ലെ, ഓൺഷോർ വിൻഡുകളാണെങ്കിൽ ഓഷ്യൻ കറന്റും അവിടുത്തെ ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, എനി കോസ്റ്റൽ ഏരിയ വിത്ത് വാം ഓർ കോൾഡ് കറന്റ് flowing past it will be warmed or cooled if the winds are onshore. ഓൺഷോറിൽ വാം ആയിട്ട് പോവുകയാണെങ്കിൽ വാംഡ് ആയി പോകും, കൂൾ ആയിട്ട് പോവുകയാണെങ്കിൽ കൂൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവുക. ഫൈനലി റിലീഫ് അല്ലെ, ദുരിതാശ്വാസമായിട്ടുള്ള മെത്തേഡുകൾ ലൈക്ക് റിലീഫ് ടു പ്ലേസ് എ മേജർ റോൾ ഇൻ ഡിറ്റർമൈനിങ് ദ ക്ലൈമറ്റ് ഓഫ് എ പ്ലേസ്. അതായത് നമുക്ക് നാച്ചുറലി ഉള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, ആ ഫാക്ടേഴ്സ് നമ്മളുടെ ക്ലൈമാറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫൈനലി റിലീഫ് ടു പ്ലേസ് എ മേജർ റോൾ ഇൻ ഡിറ്റർമൈനിങ് ദി ക്ലൈമറ്റ് ഓഫ് എ പ്ലേസ്. how mountains act as barriers for cold or hot winds. അപ്പം നല്ലൊരു ഹൈ മൗണ്ടെയിൻ ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇവിടെ നല്ലൊരു ഹൈ നമുക്ക് ഹിമാലയൻ മൗണ്ടെയിൻസ് ഇല്ലേ, വലിയ ഹൈയിൽ നിൽക്കുന്നല്ലേ. അപ്പം അതിന്റെ ഇപ്പുറത്ത് വേറൊരു പ്രദേശം ഉണ്ടെന്ന് വിചാരിച്ചോ. ഇവിടുന്ന് ഭയങ്കര ശക്തിയുള്ള കാറ്റ് വരികയെന്ന് വിചാരിച്ചോ, നല്ലൊരു കാറ്റ് വരികയാണ്. അപ്പം ഈ പ്രദേശത്തെ അത് എഫക്റ്റ് ആവുമോ? ഇല്ല അല്ലെ. കാരണം എന്താ, ഇവിടെ നല്ലൊരു ഹൈ മൗണ്ടെയിൻ, നല്ല സ്ട്രോങ് ആയിട്ടൊരു മൗണ്ടെയിൻ നിൽക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പം ഈ ഒരു ക്ലൈമറ്റ്, ഇവിടുത്തെ ഒരു സാധനം ഇവിടത്തേക്ക് എന്ത് ചെയ്യില്ല, അതൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് ആക്ട് ചെയ്യും അല്ലെ. സോ ഹൈ മൗണ്ടെയിൻസ് ആക്ട് ആസ് ബാരിയേഴ്സ് ഫോർ കോൾഡ് ഓർ ഹോട്ട് വിൻഡ്സ്. They may also cause precipitation if they are high enough and lie in the path of rain-bearing winds. ഇനിയിപ്പം ഓൾസോ ഇതൊരു സംഭവമാണ്. അതുപോലെ തന്നെ നല്ല ഹൈറ്റ് ഉണ്ട് അല്ലെ, ഒരു മഴ തരാൻ പാകത്തില് ഹൈറ്റ് ഉണ്ട്. ആ ഒരു ക്ലൗഡിന്, ആ ഒരു പാത്തില് അതിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈ ഇൻ ദ പാത്ത് ഓഫ് റെയിൻ ബിയറിംഗ് വിൻഡ്സ് അല്ലെ, മഴ കൊണ്ടുവരുന്ന ആ കാറ്റുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാകത്തിന് ഹൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മഴ തരുന്നതായിട്ടും അത് ആക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ റിലീഫ് എന്ന് പറയാം. റിലീഫ്. The leeward side of mountains remains relatively dry. ആ ഒരു leeward side of the mountain എന്ന് പറയുന്നത് എപ്പോഴും റിലേറ്റീവ് ആയിട്ട് ഡ്രൈ ആയിരിക്കും, പക്ഷെ മഴ കിട്ടുന്ന പ്രദേശങ്ങളും ഉണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചത്? നമ്മൾ വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ത് ചെയ്തു, വെതർ ആൻഡ് ക്ലൈമാറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്തു അല്ലെ. എന്നിട്ട് നമ്മൾ ക്ലൈമാറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പഠിച്ചു. ഒരു കൺട്രിയിൽ തന്നെയും എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറും ഡിഫറെൻറ്റ് മോഡലുള്ള പ്രസിപ്പിറ്റേഷനും കിട്ടുന്നുണ്ടെന്ന് പഠിച്ചു അല്ലെ. എന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്